അമ്പലത്തിൽ പോയാ? അതെടുത്ത് കഴി, അതെടുത്ത് കുടി. ചായ രാവിലെ കുടിച്ചില്ലല്ലോ, എടുത്ത് കുടിക്കണം. രണ്ടപ്പം അല്ലേ ഉള്ളു, അതങ്ങോട്ട് കഴിക്കേ. കുളി കഴിക്കാനുള്ളതല്ലേ, രണ്ടെണ്ണം കഴിക്കേ. രണ്ടെണ്ണം കഴിക്കേ. തൊഴുതാ കോവിലിപ്പോയി? കമ്മിറ്റി കൂടി എന്ത് പറഞ്ഞു? ഞായറാഴ്ച 10:30. അല്ലേ 10:30? തന്നെ ഇപ്പം ആഹാരമൊന്നും കഴിക്കാൻ പറ്റണില്ല അല്ലേ? അസുഖം കുറഞ്ഞാലേ പറ്റുള്ളൂ, മരുന്നൊക്കെ വാങ്ങിക്കണം. വണ്ടി കഴിയാൻ പോകണം. എനിക്ക് മണി 9:08 മണിയായി. 8 മണി ഇന്നത്തെ പോയിട്ട് വരട്ട് മതി എനിക്ക്. രണ്ടപ്പല്ലേ ഉള്ളൂ, രണ്ടെണ്ണം കഴിക്കാം അങ്ങോട്ട്. നീ കഴിക്കില്ലേ? ഓ ഞാൻ കഴിക്കാം, ചേട്ടൻ കഴിച്ചിട്ട് കഴിക്കാം. ഓ വരാം. അത് രണ്ടെണ്ണം കഴിച്ചിട്ട് അങ്ങോട്ട് ഗുളിക കഴിക്കും. ഗുളിക കഴിക്കാൻ പോകണം. ആ നമുക്ക് അസുഖങ്ങൾ കുറയണ്ടേ, അസുഖങ്ങളൊക്കെ കുറഞ്ഞാലേ നമുക്ക് മരുന്നിനിടയിൽ എത്ര രൂപ ആവണം എന്നറിയാമോ? എങ്ങനെയെങ്കിലുമൊക്കെ അസുഖങ്ങൾ മാറ്റാൻ നോക്കും. കാല് റെസ്റ്റ് ചെയ്യണ്ടേ? വേദന ഉണ്ടോ? ആ റെസ്റ്റ് ചെയ്യണല്ലേ, പൊടിയടിക്കും. നമ്മൾ ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കിയാണ് കടങ്ങളും കാവലികളും വാങ്ങിച്ചാണ് ചികിത്സിച്ചത്. ഇനി എത്ര പേർക്ക് പലിശ കൊടുത്തോണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും അസുഖം വരാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഓ ഗുളിക തരാം. കഴിച്ചിട്ടെടുത്ത് കഴിക്കണം ഗുളിക. കഴിച്ചിട്ടെടുത്ത് ഗുളിക കഴിക്കണം. അങ്ങോട്ട് സമയത്ത് ഗുളിക കഴിച്ചു കൊടുക്കണം, അത് അസുഖം മാറിപ്പോട്ട്. അങ്ങനെയല്ല. ഇന്ന് ഡോക്ടർ വിജയകുമാറിനെ കാണാൻ പോകണം 10 മണിക്ക്. പൈസ ഉണ്ടോ കാണാൻ? കിട്ടിയാ കടം ചോദിച്ചപ്പോൾ? ആ അത് വാങ്ങി വെച്ചരാ, അത് തീർത്ത് കളയല്ലേ. രാവിലെ കഷായം കുടിച്ചാ? നെല്ലിക്ക അടിക്കണ്ടേ? വേണ്ട, വയറിളകുമല്ലേ നെല്ലിക്ക അടിക്കുമ്പം? ഉഴിച്ചിലൊക്കെ നടത്തിയിട്ട് ഡോക്ടർ വിജയകുമാർ പറഞ്ഞ് പിന്നെ ഒന്ന് ശരീരം ഒന്ന് കിഴിയിട്ട് ഇടിച്ച് പിഴിഞ്ഞ് തടവി വിടണമെന്ന്. പക്ഷെ അതിന് പൈസ ഉണ്ട്. ഡെയിലി എത്ര രൂപ വെച്ച് വേണ്ട? ഡെയിലി എത്ര 1300 രൂപ ആണോന്ന് അയാൾ പറഞ്ഞു. ഓ ഡെയിലി 1300 രൂപ ആവുമെന്ന്. ഒഴിച്ചിലും പിന്നെ അവിടെ എന്തോ പിഴിയണം, എന്തോ തൈലമൊക്കെ ഇട്ട് ദേഹം മൊത്തം 6 മണിക്ക് എത്തണമെന്ന് പറഞ്ഞ് ശരീരം മൊത്തം ഇടിച്ച് പിഴിയണമെന്നല്ലേ? ഇടിച്ച് പിഴിയണമെന്നോ തടവണമെന്നോ എനിക്കറിയില്ല ഒന്നും. അങ്ങനെ കിഴിയിട്ട് എണ്ണയിട്ട് നല്ല പോലെ അവർ മസാജ് ചെയ്യും അല്ലേ ശരീരം മൊത്തം. അപ്പോൾ കുറേ ഫാറ്റിൻ്റെ അസുഖമൊക്കെ മാറും. വേദന. എന്നിട്ട് ഷോൾഡർ പിടിച്ചിടാൻ പോകണ്ടേ? അതിന് പൈസ വേണ്ടേ? ഷോൾഡർ പിടിച്ചിടണം, അത് കളരി പോയാലേ പറ്റുള്ളൂ ഷോൾഡർ പിടിച്ചിടാം. അവിടെ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നു. അതും അവിടെയും പൈസ വേണം. പിടിച്ചിട്ട് കഴിഞ്ഞാൽ 2 മാസമെങ്കിലും അതങ്ങനെ ഇട്ടേക്കണമെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ആളുകൾ പറയുന്നു. ജോലിക്ക് പോകാനൊന്നും പറ്റൂല. പിന്നെ അത് പിടിച്ചിട്ട് അവർ കെട്ടിക്കഴിഞ്ഞാൽ 1 മാസമെങ്കിലും ജോലിക്ക് പോകാൻ പറ്റൂല. അത് ഊറി പിടിക്കണ്ടേ ഇങ്ങോട്ട്? പിടിച്ചാലല്ലേ പിന്നെ ജോലിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ചേട്ടന് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റൂ. കുറേ ഇത് കിടക്കുന്നു. ചേട്ടൻ്റെ ഷോൾഡറിലെ ഞരമ്പ് പിടിച്ചിടണം, നേരെയാക്കി ഇടണം, അത് കളരി പോയി ഇടണം. പിന്നെ ഈ ഫാറ്റ് മൊത്തം മാറ്റണം. പിന്നെ
കാലിൻ്റെ മുറിവിനി വരാതിരിക്കാനുള്ള എന്തെല്ലാം സെറ്റപ്പ് ചെയ്യണം. എന്ത് ബുദ്ധിമുട്ട്, ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നു. ഇത് ഉണങ്ങിയില്ല. അകത്തുള്ളിൽ പഴുപ്പുണ്ട്, ഉള്ളിൽ പച്ചപ്പുണ്ട്. കാലുണ്ട്, കാലിൽ. മരുന്നിടണം, മഞ്ഞും കൂടെയാണ്, ശ്രദ്ധിച്ചോളണം, അല്ലെങ്കിൽ അയ്യോ. മരുന്ന് കെട്ടാം. അണുബാധയുടെ ഗുളിക കഴിച്ചാൽ ഇന്നലെ രാത്രി? രാത്രി കഴിച്ചു, ഇപ്പോൾ കഴിക്കണം, രാവിലെ കഴിക്കണം. രാവിലെ കഴിച്ചിട്ട് ആ ഷുഗറിൻ്റെ ഗുളികയും കൂടെ ഒന്ന് കഴിച്ചു നോക്കും. ഷുഗർ ഈ അസ്ഥി എല്ല് പൊട്ടിയപ്പോൾ മരുന്ന് കഴിച്ചപ്പോൾ അതിൽ നിന്ന് വന്നതായതുകൊണ്ട് പോകുമെന്നാണ് ഡോക്ടർ പറയുന്നത്. ആൻറ്റിബയോട്ടിക് പറ്റില്ല, ആൻറ്റിബയോട്ടിക് മാറ്റണം. ഈ എല്ല് പൊട്ടിയപ്പോൾ അതിൻ്റെ മരുന്ന് കഴിച്ച് ചേട്ടൻ, അതിൽ നിന്ന് വന്ന ഷുഗർ ആയതുകൊണ്ട് മാറുമെന്നാണ് പറയുന്നത് ഡോക്ടർ. ആൻറ്റിബയോട്ടിക് അത് കുറേ ദിവസം ചേട്ടൻ എക്സർസൈസ് ചെയ്ത് എക്സർസൈസ് ചെയ്യണം. ഈ കാലിലെ വ്രണങ്ങളെല്ലാം മാറ്റണം. ഈ വ്രണങ്ങളൊക്കെ ഇരുന്നാൽ നടക്കാനും പറ്റില്ല, എക്സർസൈസ് ചെയ്യാനും പറ്റില്ല. മതിയാ? കഴിച്ചാ? അത് രണ്ടപ്പം പോലും കഴിക്കാത്ത? മതിയാ?